المدرسة الربانية كونوا ربانيين. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന കിതാബ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല രചിച്ച വളരെ ഹ്രസ്വമായ എന്നാൽ വളരെ ലളിതമായ ഒരു ഗ്രന്ഥമാണ്. അൽ ഖവാഇദുൽ അർബഅ എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. 4 അടിസ്ഥാന തത്വങ്ങളാണ് ഇതിൽ പരാമർശിക്കുന്നത്. മുസന്നിഫ്, ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയാണ്. കൂടുതൽ പരിചയപ്പെടുത്തേണ്ടതില്ല. അഹ്ലുസുന്നയുടെ ഉലമാക്കളിൽ, ആധുനികരായ ഉലമാക്കളിൽ വളരെ പ്രമുഖനായ പണ്ഡിതനായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല. ജസീറത്തുൽ അറബിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകിയതുപോലെ പല സ്ഥലങ്ങളിലും തൗഹീദ് ഉപേക്ഷിച്ചുകൊണ്ട് ആളുകൾ ശിർക്കിലേക്കും കുഫ്റിലേക്കും പല ബിദ്അത്തുകളിലേക്കും നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ വളരെയധികം പരിശ്രമങ്ങളിലൂടെ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലും അവിടെ നിന്ന് തുടങ്ങി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എന്താണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച തൗഹീദ്, അത് വീണ്ടും ജനങ്ങളിലേക്ക് അതിൻ്റെ യഥാരൂപത്തിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തി. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും ചെയ്തു. ഷെയ്ഖ് അവറുകൾ 10 വയസ്സിന് മുന്നേ പരിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കി. അങ്ങനെ ചെറുപ്രായത്തിലെ ഹജ്ജിന് വേണ്ടി മക്കയിൽ പോവുകയും അവിടെ നിന്ന് കഅബയുടെ മുന്നിൽ വച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ഷെയ്ഖിൻ്റെ പരിശ്രമം മുഖേന പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിൻ്റെ സ്വച്ഛമായ യഥാർത്ഥ രൂപത്തിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. ഇന്ന് ലോകത്തുള്ള ഏതൊരു പ്രദേശത്തും അതിൻ്റെ പ്രതിഫലനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ദഅവത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ടിരിക്കുന്ന
ദഅവ പ്രവർത്തനങ്ങൾ, ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഏത് പള്ളികളിൽ കയറിയാലും അതിൻ്റെ പ്രതിഫലനമെന്നോളമാണ് സൗദിയിലെ മദീനയിൽ നിന്ന് പ്രിൻ്റ് ചെയ്യുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ കോപ്പികൾ ഇല്ലാത്ത മസ്ജിദുകളും കാണാൻ സാധിക്കുകയില്ല. ശിർക്കും കുഫറും ചെയ്യുന്ന മസ്ജിദുകളിൽ വരെയും ആ മുസ്ഹഫുകൾ കാണാൻ സാധിക്കും. അതെല്ലാം ഈ ദഅവത്തിൻ്റെ ഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുന്ന വലിയ ഫളലാണ്. എങ്ങനെയാണെങ്കിലും ഷേഖ് വ്യത്യസ്തങ്ങളായ ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ശിർക്കും ബിദ്അത്തും ശക്തി പ്രാപിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഷേഖ് അവർകൾ രംഗത്തിറങ്ങിയത്. അതുകൊണ്ട് തന്നെ വളരെ ലളിതമായ ഭാഷയിൽ, കെട്ടിക്കുടുക്കുകളില്ലാതെ പരിശുദ്ധ ഖുർആനിൽ നിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിൽ നിന്നും ജനങ്ങൾക്ക് യഥാർത്ഥ ദീൻ പഠിപ്പിക്കുകയാണ് ഷേഖ് അവർകൾ ചെയ്തത്. അങ്ങനെ രചിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അൽ ഖവാഇദുൽ അർബഅ. ഇതിൽ ശിർക്കിനെ സംബന്ധിച്ച്, എന്താണ് തൗഹീദ്, എങ്ങനെയാണ് ശിർക്ക് സംഭവിച്ചത്, ശിർക്ക് ചെയ്യുന്ന ആളുകൾ കൊണ്ടുവരുന്ന ശുബ്ഹാത്തുകൾ, അതിന് ആശയക്കുഴപ്പങ്ങൾ, അതിനുള്ള മറുപടി വളരെ ലളിതമായി 4 തത്വങ്ങളിലൂടെ മുസന്നിഫ് റഹിമഹുല്ലാഹ് ഇവിടെ പഠിപ്പിക്കുകയാണ്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് മുഹമ്മദ് അമാൻ അൽ ജാമി റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം. ഈ റിസാല ഇത് വളരെ ഫഹാദിഹി റിസാലത്തു സഗീറത്തുൽ ഹജർ, വലിയ കട്ടിയുള്ളതല്ല, ചെറിയൊരു റിസാലയാണ്. എന്നാൽ അദീമത്തുൽ ഫായിദ, വലിയ ഫായിദ, വലിയ പ്രയോജനം നൽകുന്നതാണ് ഈ ഗ്രന്ഥം. ലാ ബുദ്ദ ലികുല്ലി മുസ്ലിമിൻ മിൻ തഅല്ലുമിഹാ വ തഅലീമിഹാ ലിസ്സിഗാരി വൽ കിബാർ. എല്ലാ മുസ്ലിമീങ്ങൾക്കും, ചെറിയ കുട്ടികളാകട്ടെ മുതിർന്ന ആളുകളാകട്ടെ, ഇത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യൽ അനിവാര്യമാണ്. ലിയഅരിഫൽ ജമീഅ അത്തൗഹീദ അസ്സഹീഹ വ അഹ്മിയ്യത. എല്ലാവരും എന്താണ് യഥാർത്ഥത്തിലുള്ള തൗഹീദ് എന്നറിയാൻ വേണ്ടിയിട്ട്, അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, വയുതബ്ബിഖഹു ഫീ വാഖി ഹയാതിഹി, ജീവിതത്തിൽ അതിനെ പകർത്താൻ വേണ്ടിയിട്ടും, പ്രായം വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും പഠിച്ചിരിക്കേണ്ട, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചെറിയൊരു ഗ്രന്ഥമാണ്. തുല്ലാബുകൾ, ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികൾ പ്രാഥമികമായി മനഃപ്പാഠം പഠിക്കേണ്ട ഗ്രന്ഥമാണ് ഈ പറയുന്ന ഗ്രന്ഥം. 4 വളരെ ലളിതമായ തത്വങ്ങളാണ് ഇതിൽ പറയുന്നത്. ആ തത്വങ്ങൾ ശരിക്കും സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ശിർക്കൻ ആചാരങ്ങൾ എന്താണെന്ന് ശരിക്കും തുറന്നു കാണിക്കുന്നതാണ്. ഇതിനെ ഈ 4 തത്വങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വളരെ സുന്ദരമായ ഒരു ആമുഖം മുസന്നിഫ് നൽകുന്നുണ്ട്. ഇപ്രകാരമാണ്: അസ്അലുല്ലാഹൽ കരീം റബ്ബൽ അർശിൽ അദീം അൻ യതവല്ലാക ഫിദ്ദുനിയാ വൽ ആഖിറ. കരീമായ, ഉദാരനായ അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്യുകയാണ്. ഒരു പ്രാർത്ഥനയോടെയാണ് തുടങ്ങുന്നത്. റബ്ബൽ അർശിൽ അദീം, മഹത്തായ അർഷിൻ്റെ റബ്ബാണവൻ. അർഷാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടി അർഷാണ്. അർഷിൻ്റെ റബ്ബായ അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്യുന്നു. എന്തിനാണ് ദുആ ചെയ്യുന്നത്? അൻ യതവല്ലാക ഫിദ്ദുനിയാ വൽ ആഖിറ, നിന്നെ അവൻ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്, ദുനിയാവിലും ആഖിറത്തിലും. ദുനിയാവിലും ആഖിറത്തിലും ഇത് വായിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒന്നാമതായി പ്രാർത്ഥിക്കുകയാണ്. മുസന്നിഫ്, ഗ്രന്ഥകർത്താവ് റഹിമഹുല്ലാഹ് ഈ ഉമ്മത്തിനോട് എത്രത്തോളം ഗുണകാംക്ഷയുള്ളയാളായിരുന്നു എന്ന് പഠിപ്പിക്കുന്നതാണിത്. നാം ഒരാളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്, തൗഹീദിലേക്ക് ക്ഷണിക്കുകയാണ്. കേവലം ക്ഷണിക്കുന്നതിനപ്പുറം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പ്രാർത്ഥനയോടെയാണ് തുടങ്ങുന്നത്. നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കാൻ വേണ്ടി ഞാൻ അവനോട് ചോദിക്കുകയാണ്. ദുനിയാവിലും നിന്റെ കാര്യങ്ങൾ അവൻ ഏറ്റെടുക്കണം, ആഖിറത്തിലും ഏറ്റെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവൻ വിജയിച്ചു. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്: അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ. മുഅ്മിനീങ്ങളുടെ വലിയ കാര്യങ്ങൾ ഏറ്റെടുത്തവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്.
അവൻ ഇരുളുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് വിശ്വാസികളെ നയിക്കുന്നു. അപ്പോൾ അള്ളാഹു ഒരാളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു. ഇവിടെ ഈ ശിർക്കും കുഫറും തൗഹീദും പറയുന്നിടത്ത് മുസന്നിഫ് ഇത് പറയാനുള്ള കാരണം ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറയുന്നത് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് അവൻ ഏറ്റവും പ്രധാനമായി കൊടുക്കുക തൗഹീദാണ്. തൗഹീദ് സ്വീകരിക്കാൻ, അത് ഉൾക്കൊള്ളാൻ, അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ളതായ ഉദവി, തൗഫീഖ് അത് അല്ലാഹു കൊടുക്കും. അതാണ് ഒരു മനുഷ്യൻ ഭൂമിയിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം. ഒരാൾക്ക് ഭൂമിയിൽ കിട്ടാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കലാണ്. അത് അംഗീകരിക്കാതെ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ കഥ കഴിഞ്ഞു. ദുനിയാവും നശിച്ചു, ആഖിറവും നശിച്ചു. അപ്പോൾ ഒരാളെ അള്ളാഹു ദുനിയാവിൽ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവന് തൗഹീദ് കൊടുക്കും. തൗഹീദോടെയാണോ ഒരാൾ മരിക്കുന്നത്, എന്നാൽ അവൻ്റെ ആഖിറം രക്ഷപ്പെട്ടു. ഒരുപക്ഷെ അവൻ തിന്മകൾ അത്രയധികം ചെയ്തിട്ടുണ്ടെങ്കിലും നരകത്തിൽ ശിക്ഷ ഏറ്റുവാങ്ങിയാൽ പോലും തൗഹീദോടെയാണോ ഒരാൾ മരിക്കുന്നത്, എന്നാൽ അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കും. കാലാകാലം അവൻ നരകത്തിൽ കിടക്കുകയില്ല. തൗഹീദോടെയാണ് ഒരാൾ മരിക്കുന്നത് എങ്കിൽ ഒരു കാലം അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വായിക്കുന്ന ആളുകളെ ഏറ്റെടുക്കാൻ വേണ്ടി മുസന്നിഫ് റഹിമഹുല്ലാഹ് പ്രാർത്ഥിക്കുകയാണ്. ദുനിയാവിലും ആഖിറത്തിലും അവൻ നിങ്ങളെ ഏറ്റെടുക്കട്ടെ. വഅൻ യജ്അലക മുബാറകൻ ഐനമാ കുൻത. വീണ്ടും ഒരു പ്രാർത്ഥന. അവൻ നിന്നെ ബറക്കത്തുള്ളവനാക്കട്ടെ, അനുഗ്രഹീതനാക്കി തീർക്കട്ടെ. നിന്റെ ജീവിതത്തിൽ മുഴുവനും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. നിങ്ങളുടെ സമയങ്ങളിൽ ബർക്കത്ത് വേണം, നിങ്ങളുടെ ജോലികളിൽ ബർക്കത്ത് വേണം, നിങ്ങളുടെ ഇൽമിൽ, വിജ്ഞാനത്തിൽ ബർക്കത്ത് വേണം, സന്താനങ്ങളിൽ ബർക്കത്ത് വേണം, ഭാര്യമാരിൽ ബർക്കത്ത് വേണം, എല്ലാത്തിലും ബർക്കത്ത് വേണം. അപ്പോൾ നിങ്ങൾക്ക് ബർക്കത്ത് ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ജീവിതത്തിലുടനീളം ലഭിക്കാൻ വേണ്ടിയിട്ടും ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുകയാണ്. വീണ്ടും ദുആ ചെയ്യുന്നു. വഅൻ യജ്അലക മിമ്മൻ ഇദാ ഉഅതിയ ശകർ. അവൻ നിന്നെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടും ഞാൻ ദുആ ചെയ്യുകയാണ്. ആരിലാണ് നിന്നെ ഉൾപ്പെടുത്തേണ്ടത്? ഒരു വിഭാഗം ആളുകളിൽ. ഏതാണ് ആ വിഭാഗം ആളുകൾ? അവരുടെ പ്രത്യേകത എന്താണ്? ഇദാ ഉഅതിയ ശകർ. എന്തെങ്കിലും നൽകപ്പെട്ടാൽ അവർ നന്ദി രേഖപ്പെടുത്തുന്നവരാണ്. നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്താനും ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഏതൊരു അനുഗ്രഹം ഒരാൾക്ക് ലഭിക്കുന്നുവോ അവൻ നന്ദി രേഖപ്പെടുത്തണം. ഒരാൾക്ക് തൗഹീദ് ലഭിച്ചു, വലിയ അനുഗ്രഹമാണ്, നന്ദി ചെയ്യണം. ആരോഗ്യമുണ്ട്, അള്ളാഹു നന്ദി ചെയ്യണം. ഇൽമുണ്ട്, അള്ളാഹു നന്ദി ചെയ്യണം. സന്താനങ്ങളുണ്ട്, ഉപജീവന മാർഗമുണ്ട്, നന്ദി ചെയ്യൽ അനിവാര്യമാണ്. നൽകപ്പെട്ടാൽ നന്ദി രേഖപ്പെടുത്തുന്ന ആളുകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വഇദ് തഅذന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ചതായ സന്ദർഭം, നിങ്ങൾ നന്ദിയുള്ളവരാണ് എങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അധികരിപ്പിച്ചു നൽകും. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അതല്ല, നന്ദികേടാണ് കാണിക്കുന്നത് എങ്കിൽ എൻ്റെ ശിക്ഷ കഠിനമായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് നന്ദിയുള്ളവരിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. വീണ്ടും മുസന്നിഫ് പറയുന്നു, വഇദ ബതുലിയ സബർ. എങ്ങാനും പരീക്ഷിക്കപ്പെട്ടാൽ, പരീക്ഷണം ഉണ്ടാകും വിശ്വാസികൾക്ക്. പ്രത്യേകിച്ചും തൗഹീദ് ഒരാൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ, തൗഹീദ് ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിച്ചാൽ തീർച്ചയായും പരീക്ഷണങ്ങൾ ഉണ്ടാകും. യഥാവിധം അള്ളാഹുവിന്റെ ഏകത്വത്തെ ഒരാൾ അംഗീകരിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു, പരീക്ഷണം ഉണ്ടാവും. നിങ്ങൾക്ക് നൂഹ് അലൈഹിസ്സലാമിന്റെ ചരിത്രം മുതൽ ഇങ്ങോട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെയും ചരിത്രം എടുത്തു നോക്കാം. അവർ ഒന്നാമതായി സമൂഹത്തിൽ വന്ന് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. അവർക്ക് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് മുസന്നിഫ് ഒന്നാമതായി തന്നെ പറയുകയാണ്, തൗഹീദും ശിർക്കും പഠിപ്പിക്കുന്നതിന് മുന്നേ പറയുകയാണ്, പരീക്ഷണങ്ങൾ നേരിട്ടേക്കാം. വഇദ ബതുലിയ സബർ. പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ പിന്നോട്ടടിക്കാൻ പാടില്ല.
ക്ഷമയോടെ അടിയുറച്ചു നിൽക്കേണ്ടതുണ്ട്. അങ്ങനെ അടിയുറച്ചു നിൽക്കുന്നവരിൽ നിങ്ങളെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിനുവേണ്ടി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ പാപങ്ങൾ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഉടനെ പശ്ചാത്തപിക്കുക, അള്ളാഹുവിനോട് പാപമോചനം തേടുക. അങ്ങനെയുള്ള ആളുകളിലും അള്ളാഹു നിങ്ങളെ ഉൾപ്പെടുത്താൻ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തെങ്കിലും നൽകപ്പെട്ടാൽ നന്ദിയുള്ളവനാവുക. പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാൽ രോഗം വരാം, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടേക്കാം, സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടായേക്കാം, ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായേക്കാം, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, അയൽവാസികളിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, തൊഴിൽ കുറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോ പരീക്ഷണം ഏൽക്കേണ്ടി വന്നാൽ ക്ഷമിക്കുക. അതേപോലെ തന്നെ പാപങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചാൽ ഉടൻ എന്ത് ചെയ്യുക? പശ്ചാത്തപിക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ലാ കബീറത മഅൽ ഇസ്തിഗ്ഫാർ. ഒരാൾ എത്ര വലിയ പാപമാണ് ചെയ്തതെങ്കിലും യഥാവിധം തൗബ ചെയ്യുന്നുവോ, എന്നാൽ ആ പാപം അവൻ സംഭവിച്ചിട്ടില്ല എന്നാണ്. ആ പാപം ചെയ്യാത്തവനെ പോലെയായി മാറും അവൻ. എന്നാൽ വലാ സഗീറത മഅൽ ഇസ്റാർ. ഒരാൾ ചെറിയ ചെറിയ പാപങ്ങളാണ് ചെയ്യുന്നത്, അതിൽ തന്നെ അടിയുറച്ചു നിൽക്കുകയാണ് എങ്കിൽ അത് പിന്നെ സഗീറത്തല്ല, ചെറുതല്ല, വലുതായി മാറും. നിസ്സാരമായ പാപങ്ങൾ ചില ആളുകൾ ചെയ്യും, ചെറുതല്ലേ, വളരെ ലഘുവായതല്ലേ എന്ന് കരുതും. അങ്ങനെ കരുതരുത്. അങ്ങനെ കരുതിയാൽ പാപങ്ങൾ ചെറുതാണെങ്കിൽ പോലും അതിൽ അടിയുറച്ചു നിന്നാൽ പിന്നെ എന്താവില്ല, അത് ചെറുതല്ല, അത് വലുതായി മാറും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പൊ ഏത് പാപമാകട്ടെ ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പശ്ചാത്തപിച്ച് മടങ്ങുക. അങ്ങനെയുള്ളവരിൽ അല്ലാഹു നിങ്ങളെ ഉൾപ്പെടുത്തട്ടെ. മുസന്നിഫ് പറഞ്ഞു, ഫഇന്ന ഹഉലാഇ തലാത്ത് ഉൻവാനു സആദ. ഈ 3 കാര്യങ്ങളാണ് സൗഭാഗ്യത്തിന്റെ തലവാചകം. ഒരാളുടെ ജീവിതത്തിൽ സന്തോഷം വേണോ, സമാധാനം വേണോ, സൗഭാഗ്യം വേണോ, വിജയം വേണോ, ഈ 3 കാര്യങ്ങൾ വളരെ അനിവാര്യമാണ്. ശുക്ർ, നന്ദിയുള്ളവനാവുക, ക്ഷമയുള്ളവനാവുക, ഇസ്തിഗ്ഫാർ ചെയ്യുന്നവനാവുക, പാപമോചനം തേടുന്നവനാവുക. ഈ 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിജയം കൊണ്ടെത്തിക്കുന്നത്, അവനെ സൗഭാഗ്യമുള്ളവനാക്കി തീർക്കുന്ന ഈ 3 കാര്യങ്ങളാണ്. ഈ ആമുഖത്തോടെ മുസന്നിഫ് റഹിമഹുല്ലാഹ് ഇതിന്റെ തൗഹീദുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. അലം, നീ അറിയണം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അലം എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, ശ്രദ്ധ ക്ഷണിക്കലാണ്. പരിശുദ്ധ ഖുർആനിൽ കാണാം, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ അറിയണം, പഠിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം എന്ന് നീ അറിയണം എന്ന് പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോവുകയാണ്. ശ്രദ്ധിക്കണം, അലം, നീ അറിയണം. അർഷദകല്ലാഹു ലിതഅതി. വീണ്ടും മുസന്നിഫ് ദുആ ചെയ്യുകയാണ്, അള്ളാഹു നിനക്ക് വഴി കാണിച്ചു നൽകട്ടെ, അവൻ അനുസരിച്ച് ജീവിക്കാനുള്ളതായ ഉദവി അള്ളാഹു നിങ്ങൾക്ക് നൽകട്ടെ. വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അന്നൽ ഹനീഫിയ്യത മില്ലത ഇബ്രാഹിം. ഹനീഫിയ്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കേൾക്കുന്നതാണ് ഹനീഫിയ്യത്ത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ സംബന്ധിച്ചാണ് ഹനീഫിയ്യത്ത് എന്ന് പറയുക. അന്നൽ ഹനീഫിയ്യത മില്ലത ഇബ്രാഹിം, അതായത് മില്ലത്ത് ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ പിന്തുടരണം എന്ന് അംബിയാ മുർസലീങ്ങളുടെ നേതാവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. ഇബ്രാഹിം നബിയുടെ മില്ലത്ത് താങ്കൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പിന്തുടരേണ്ടതുണ്ട്. ഏതാണ് ഈ മില്ലത്ത് ഇബ്രാഹിം? എന്താണ് ഈ ഹനീഫിയ്യത്ത് എന്ന് പറഞ്ഞാൽ അൻ തഅബ്ദുല്ലാഹ്, നീ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യലാണ്. അതാണ് ഹനീഫിയ്യത്ത്. വഹ്ദഹ്, അവന് മാത്രമായിരിക്കണം. മുഖ്ലിസൻ ലഹുദ്ദീൻ, ഇബാദത്തുകൾ മുഴുവനും അവന് മാത്രം സമർപ്പിക്കുന്നവനായ നിലയിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക. അതിനാണ് എന്തെന്ന് പറയുക? ഹനീഫിയ്യത്ത് എന്ന് പറയുക. ഒരാൾ അള്ളാഹുവിന് ധാരാളം ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ധാരാളം നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഉംറകൾ ചെയ്യുന്നു, ധാരാളം പ്രവൃത്തികൾ ചെയ്യുന്നു. പക്ഷേ ഇഖ്ലാസോട് കൂടിയിട്ടല്ല ചെയ്യുന്നത്. ഇബാദത്തിന്റെ മറ്റുള്ള ഇനങ്ങൾ അള്ളാഹു അല്ലാത്തവർ കൊടുക്കുന്നുണ്ട്, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നുണ്ട്, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചകൾ അർപ്പിക്കുന്നുണ്ട്, അള്ളാഹു അല്ലാത്തവർക്ക് അവരിലാണ് അഭയം തേടുന്നത്.
അവരെയാണ് ഭയക്കുന്നത്, അവരെയാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ ഇഖ്ലാസ് ഇല്ല എങ്കിൽ അത് ഹനീഫിയത്തായ മതം എന്ന് പറയാൻ സാധിക്കുകയില്ല. ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ മില്ലത്തു ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അർത്ഥം നീ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യലാണ്. ഇബാദത്തുകളുടെ ഇനങ്ങൾ അഖിലവും അള്ളാഹുവിന് മാത്രമായിരിക്കണം. നിന്റെ പ്രാർത്ഥന അള്ളാഹുവിനെ പാടുള്ളൂ, നേർച്ചകൾ അള്ളാഹുവിനെ പാടുള്ളൂ, നിന്റെ പ്രതീക്ഷകൾ, നിന്റെ ആവലാദികൾ നീ അള്ളാഹുവിന്റെ മുന്നിലാണ് സമർപ്പിക്കേണ്ടത്. നീ ബലിയറുക്കേണ്ടത് അള്ളാഹുവിന്റെ മാത്രമായിരിക്കണം. ഇങ്ങനെ ചെയ്യുന്നതിനാണ് ഹനീഫിയത്ത് എന്ന് പറയുന്നത്. ഇതിനാണ് ഇങ്ങനെ ഇബാദത്തുകൾ മുഴുവനും അള്ളാഹുവിന് മാത്രം സമർപ്പിക്കണം എന്ന് പഠിപ്പിക്കാനാണ് ഇതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ ജനങ്ങളോടും കൽപ്പിച്ചിരിക്കുന്നത്. ഇതാണ് അള്ളാഹുവിന്റെ കൽപ്പന. ഇതാണ് മുഴുവൻ ജനങ്ങളോടും അള്ളാഹു കൽപ്പിക്കുന്ന ഇതാണ്, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. വഖലഖഹും ലഹാ, അതിനാണ് അള്ളാഹു മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ചതും അതിന് തന്നെയാണ്. കമാ ഖാല തആല, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും എനിക്ക് ഇബാദത്ത് ചെയ്യാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് എന്നല്ല, പ്രപഞ്ചത്തെ അഖിലവും സൃഷ്ടിച്ചത് ഇതിനു വേണ്ടി തന്നെയാണ്. അതും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, തൗഹീദിനു വേണ്ടിയിട്ടാണ്. അല്ലാഹു അല്ലദീ ഖലഖ സബ്അ സമാവാതി വമിനൽ അർളി മിത്ലഹുൻ യതനസ്സലു അൽ-അംറു ബൈനഹുൻ ലിതഅലമു അന്ന അല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്ന അല്ലാഹ ഖദ അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. ഏഴാകാശങ്ങളെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. അതേപോലെ ഭൂമികളെയും അല്ലാഹു സൃഷ്ടിച്ചു. എന്നിട്ട് ആകാശങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ തിരിച്ചറിയാൻ, അല്ലാഹുവിന്റെ ഇൽമിനെ, അവന്റെ അപാരമായ കഴിവിനെ, അവന്റെ ഇൽമിനെ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. തൗഹീദിനെ ഉലമാക്കൾ രണ്ടായി വേർതിരിക്കുന്നുണ്ട്. ഒന്ന് തൗഹീദുൽ ഇൽമിയാണ്, അല്ലാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് അറിയൽ, പഠിക്കൽ, മനസ്സിലാക്കൽ, അല്ലാഹുവിന്റെ റുബൂബിയ്യത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കൽ, അല്ലാഹുവിന്റെ അസ്മാകളെ കുറിച്ച്, അവന്റെ നാമങ്ങളെ കുറിച്ച്, വിശേഷണങ്ങളെ കുറിച്ച് അറിയൽ. അതിന് തൗഹീദുൽ ഇൽമി എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ആകാശവും ഭൂമികൾ മുഴുവനും സൃഷ്ടിച്ചത് എന്നുള്ള പറയുന്നു. മറ്റൊന്ന് തൗഹീദുൽ അമലിയാണ്, ഇബാദത്തുകൾ മുഴുവൻ അല്ലാഹുവിന് വേണ്ടി കൊടുക്കുക. ഇതാണ് തൗഹീദുൽ അമലി. അതിനാണ് മനുഷ്യ ജിന്ന് വർഗങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് എന്നും അല്ലാഹു പറയുന്നു. അപ്പോൾ തൗഹീദിന് വേണ്ടി മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തെ അഖിലവും സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് ഈ ഒരു ആമുഖം മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് സംശയം ഉണ്ടാവും, ഏത് മുസ്ലിമാണ് ഇത് അംഗീകരിക്കാത്തത്? എല്ലാ മുസ്ലിമും ഇത് തന്നെ പറയും, ഞങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണ്, അള്ളാഹു അല്ലാത്തവർക്ക് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്ന് ഏതെങ്കിലും മുസ്ലിം പറയൂ? അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ ചെയ്യുന്ന മുസ്ലിമും പറയുന്ന എന്താണ്? ഞങ്ങൾ അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് അവരുടെ വാദം. എന്നാൽ പലപ്പോഴും ആളുകളിൽ, ഇത് പറയുന്ന ആളുകളിൽ നിന്ന് വരെയും ശിർക്ക് സംഭവിക്കലുണ്ട്. എന്താണ് അതിന് കാരണം? അതിന് കാരണം എന്താണ് ശിർക്ക്, എന്താണ് തൗഹീദ് എന്ന് യഥാവിധം പഠിക്കാത്തതിന്റെ കാര്യമാണ്. ഇബാദത്തുകൾ ഏതെല്ലാമാണ് എന്ന് പഠിക്കാത്തതിന്റെ കാരണമാണ് പലപ്പോഴും ആളുകൾ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക, നോമ്പെടുക്കുക, സകാത്ത് കൊടുക്കുക, ഹജ്ജ് ചെയ്യുക, ഇങ്ങനെ ഇസ്ലാം കാര്യമായിട്ട് എണ്ണി പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾ, ഇത് മാത്രമേ ഇബാദത്തുള്ളൂ എന്നുള്ള ധാരണ ആളുകൾക്കുണ്ട്. ഏതെല്ലാം കാര്യങ്ങളാണ് ഇബാദത്ത് എന്ന് പലപ്പോഴും പൊതുസമൂഹത്തിന് അജ്ഞമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ ചെയ്യുന്ന ശിർക്ക്, അവർ അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യുന്ന ഇബാദത്തുകളാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം വരെയും അവർക്കില്ലാതെ പോയി എന്നുള്ളത്. അതുകൊണ്ട് ഇതിന് പരിഹാരം തൗഹീദും ശിർക്കും യഥാവിധം പഠിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് മുസ്ലിം പറയുന്നു, അള്ളാഹു നിന്നെ സൃഷ്ടിച്ചത് അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ന കാര്യം നിനക്കറിയാമെങ്കിൽ ഫഅലം, നീ അറിയണം, അന്നൽ ഇബാദത ലാ തുസമ്മ ഇബാദതൻ ഇല്ലാ മഅ തൗഹീദ്, ഇബാദത്തിനെ ഇബാദത്ത് എന്ന് പറയുകയില്ല, ആരാധനയെ ആരാധന എന്ന് പറയുകയില്ല. എങ്ങനെയല്ലാതെ? ഇല്ലാ മഅ തൗഹീദ്, തൗഹീദിനോട് കൂടെയല്ലാതെ.
തൗഹീദ് ഒരാൾക്കില്ല, പക്ഷെ ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അത് യഥാർത്ഥത്തിൽ എന്തല്ല? ഇബാദത്തല്ല. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അള്ളാഹുവിനെ ഇബാദത്തുകൾ അർപ്പിക്കുമായിരുന്നു. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. നിങ്ങൾ ആരാധിക്കുന്നവകളെ ഞാൻ ആരാധിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കരുതേ. ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കുന്നില്ല. മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ ആരാണ്? ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും മക്കളാണ്. അവരുടെ സന്തത പരമ്പരകളാണ്. അവർക്കാണ് മക്ക മുശ്രിക്കുകൾ എന്ന് പറയുന്നത്. ഖുറൈശികൾ അവരാണ്. അവർ ജൂത നസാറാക്കളോട് വീമ്പ് പറയുമായിരുന്നു. അവരുമായി ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുമ്പോൾ, ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ മതത്തെ പരമ്പരാഗതമായി പിന്തുടരുന്ന ആളുകളാണ്, പാരമ്പര്യ മുസ്ലിമീങ്ങളാണ് ഞങ്ങൾ എന്ന് പറയുമായിരുന്നു. ആരെ? മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ. ഇബ്രാഹിം നബിയുടെ മതത്തെ പിന്തുടരുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പൊ ജൂതന്മാർ പറയും, അല്ല, ഞങ്ങൾക്കൊരു നബി വരാനുണ്ട്. ആ നബി വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യും? യുദ്ധം ചെയ്ത് തോൽപ്പിക്കും എന്ന് ജൂതന്മാര് മക്കാ മുശ്രിക്കുകളോട് പറയുമായിരുന്നു എന്നാണ് ജാഹിലിയ്യ കാലത്ത്. അപ്പൊ ഈ പറയുന്ന മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണ്. ഹജ്ജ് ചെയ്യുമായിരുന്നു. ഹജ്ജിൽ അവർ തൽബിയത്തുകൾ ചൊല്ലുമായിരുന്നു. അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഹദീസുകളിൽ കാണാം. അബൂജഹലിന്റെ പ്രാർത്ഥന, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന കാണാം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഹദീസുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവോട് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ അള്ളാഹ് പറയാണ്, നബി അവരോട് പറയുക, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല. ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെയാണ്. ആ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല എന്ന് പറയും. അതായത് നിങ്ങളുടെ ആരാധന അതിന് ഇബാദത്ത് എന്ന് പേര് പറയുകയില്ല. കാരണം എന്താണ്? നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിനോട് കൂടെ എന്ത് ചെയ്യുന്നു? അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിന്, ഇസ്മായിൽ നബിക്ക് ലാത്തക്ക് വലിയായിരുന്നു. ലാത്തക്ക് മലായിക്കത്തിന്, ജിന്നുകൾക്ക്, അതേപോലെ തന്നെ വൃക്ഷങ്ങൾക്ക്, കല്ലുകൾക്ക്, പലതിനും നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. അതുകൊണ്ട് അതിനെന്ത് പറയില്ല, ഇബാദത്ത് എന്ന് പറയും. അതാണ് മുസ്ലിം പറയുന്നത്, ഫഅലം അന്നൽ ഇബാദത ലാ തുസമ്മ ഇബാദതൻ ഇല്ലാ മഅ തൗഹീദ്. തൗഹീദ് ഇല്ലാതെ ഇബാദത്തുകൾക്ക് ഇബാദത്ത് എന്ന് പറയുകയില്ല, പേര് തന്നെ പറയുകയില്ല. ഏതുപോലെ കമാ അന്ന സ്വലാത്ത ലാ തുസമ്മ സ്വലാത്തൻ ഇല്ലാ മഅ ത്വഹാറ. ഒരാൾ നമസ്കരിച്ചപ്പോൾ വുളു ഇല്ലാതെയാണ് നമസ്കരിക്കുന്നത്, എന്നാൽ അത് നമസ്കാരം എന്ന് പറയും? നമസ്കാരം എന്ന് പറയുകയില്ല. എന്നതുപോലെ തന്നെ തൗഹീദ് ഇല്ലെങ്കിൽ ഇബാദത്തുകൾക്ക് ഇബാദത്ത് എന്ന് പറയുകയില്ല. അതുകൊണ്ട് ഫഇദാ ദഖല ശിർകു ഫിൽ ഇബാദത്തി ഫസദത്. ഇബാദത്തിൽ ശിർക്ക് പ്രവേശിച്ചോ ആ ഇബാദത്ത് ഫാസിദാണ്, നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, നശിച്ചിരിക്കുന്നു. കൽ ഹദസ് ഇദാ ദഖല ഫിൽ ത്വഹാറ. ശുദ്ധിയിൽ പ്രവേശിക്കുന്നത് പോലെ ഒരാൾ വുളു ചെയ്തതിന് ശേഷം അവന്റെ വുളു മുറിഞ്ഞുപോയി, എന്നാൽ വുളു നഷ്ടപ്പെട്ടു പോയി, അവന്റെ ശുദ്ധി ഇല്ലാതെയായി. എന്നതുപോലെ ഒരാൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിലേക്ക് ശിർക്ക് വന്ന് പ്രവേശിച്ചാൽ അതോടുകൂടി ആ ഇബാദത്ത് ഇബാദത്തല്ലാതായി മാറി എന്നുള്ളതാണ്. ഒരാൾ ഇപ്പൊ വുളു ചെയ്തേ ഉള്ളൂ, ചെയ്തു, എന്നിട്ട് അകത്തേക്ക് കയറി വുളു മുറിഞ്ഞു, എന്നാൽ അവന് ശുദ്ധി നഷ്ടപ്പെട്ടു പോയി. എന്നതുപോലെ തന്നെ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 70,000 പ്രാവശ്യം പറയുന്നുണ്ട്, എല്ലാ ദിവസവും പറയുന്നുണ്ട്. പക്ഷെ അത് പറഞ്ഞതിന് ശേഷം അവൻ മൊയ്തീൻ ശേഖനെ വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ മടവൂർ ശേഖനെ വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത്, ബദരീങ്ങളെ വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ തീർന്നു, അവന്റെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അവൻ എത്ര 1000 റക്അത്തുകൾ നമസ്കരിച്ചാലും, രാത്രിയിൽ മുഴുവൻ എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചാലും, പകൽ മുഴുവൻ നോമ്പെടുത്താലും, ഹജ്ജുകൾ എത്രയധികം ചെയ്താലും, ഉംറകൾ ചെയ്താലും അവന്റെ ഇബാദത്തുകൾ എന്തല്ല, സ്വീകരിക്കപ്പെടുകയില്ല. കാരണം എന്താണ്? അതിലേക്ക് ശിർക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇബാദത്തുകളിൽ ശിർക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ശുദ്ധിയിൽ അശുദ്ധി ഉണ്ടാകുന്നത് പോലെ, ശുദ്ധിയില്ലാതെ നമസ്കരിക്കുന്നതിന് നമസ്കാരം എന്ന് പറയുകയില്ല എന്നതുപോലെ തൗഹീദ് ഇല്ലാത്തതായ ഇബാദത്തുകൾക്ക് അത് ഇബാദത്ത് എന്ന് എന്ത് ചെയ്യില്ല, പേര് പറയുകയില്ല എന്നുള്ളതാണ്. എന്നിട്ട് മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുകയാണ്, فإذا عرفت أن الشرك إذا خالط العبادة أفسدها. ശിർക്ക് ഇബാദത്തിനോട് കലർന്നു കഴിഞ്ഞാൽ അത് ഇബാദത്തുകളെ നശിപ്പിച്ചു കളയും.
എന്ന് നീ തിരിച്ചറിഞ്ഞാൽ എല്ലാ അമലുകളെയും അത് പൊളിച്ചു കളയും എന്നും നീ മനസ്സിലാക്കിയാൽ, അതാണ് നിന്റെ ഷിർക്കിന്റെ അപകടം. അതാണ് ഒരാൾ ഷിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ സകല അമലുകളും ബാത്തിലായി പോകും. അവൻ ചെയ്ത അമല് മാത്രമല്ല, എല്ലാ അമലുകളും ബാത്തിലായി പോകും. ഇത് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ ശിർക്ക് ചെയ്ത മനുഷ്യൻ കാലാകാലം നരകത്തിന്റെ അവകാശിയായിരിക്കും എന്ന ബോധവും നിനക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയലാണ് നിനക്ക് ഏറ്റവും പ്രാമുഖ്യമുള്ള കാര്യം എന്നത് നീ മനസ്സിലാക്കണം. അപ്പോ ഒരു മനുഷ്യൻ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? തൗഹീദ് എന്താണെന്ന് പഠിക്കുക, ശിർക്ക് എന്താണെന്ന് പഠിക്കുക. ഇത് പരിശുദ്ധ ഖുർആനിലെ തൗഹീദുമായി ബന്ധപ്പെട്ട ആയാത്തുകൾ മുഴുവൻ ഒരാൾ മനഃപ്പാഠമാക്കി ആശയസഹിതം. അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ മുഴുവൻ പഠിച്ചു. അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കിതാബുകൾ മുഴുവൻ കാണാതെ പഠിച്ചു. കിതാബ് തൗഹീദ് അടക്കം ഇമാം ബുഖാരി സ്വഹീഹിൽ കിതാബ് തൗഹീദിലുണ്ട്. അങ്ങനെ ഓരോ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും തൗഹീദുമായി ബന്ധപ്പെട്ട പ്രത്യേക അധ്യായങ്ങളുണ്ട്. ഇത് മുഴുവൻ ഒരാൾ കാണാതെ പഠിച്ചു. എന്നാലും തൗഹീദിനെ കുറിച്ച് പറയുന്നത് അവസാനിപ്പിക്കാൻ പാടില്ല. അത് പറഞ്ഞുകൊണ്ടിരിക്കണം. വീടുകളിൽ പറയണം, പള്ളികളിൽ പറയണം, മാർക്കറ്റുകളിൽ പറയണം. എവിടെയെല്ലാം പറയാനുള്ള അവസരമുണ്ടോ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിനെവിടെയാണോ പോറലേൽക്കുന്നത്, എവിടെയാണോ അതിൽ അലംഭാവം ഉണ്ടാകുന്നത്, അവിടേക്ക് ശൈത്താൻ വരും. തീർച്ചയാണ്. നമ്മുടെ കുട്ടികളെ തൗഹീദ് പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. ചെറുപ്രായം മുതലേ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. സ്ത്രീകളെ പഠിപ്പിക്കണം, മുതിർന്നവരെ പഠിപ്പിക്കണം. പ്രത്യേകിച്ചും ശിർക്കും കുഫറും നടമാടുന്ന മേഖലകളിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത് അവസാനിപ്പിക്കാൻ പാടില്ല. പലപ്പോഴും ആളുകൾ ചോദിക്കൂ, എന്തിനാണ് നിങ്ങൾ എപ്പോഴും തൗഹീദ് പറയുന്നത്? തൗഹീദ് ധാരാളം കേട്ടതല്ലേ, എപ്പോഴും നിങ്ങൾ എന്തിനാ ഇത് തന്നെ പറയുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പലപ്പോഴും ആളുകൾ കളിയാക്കും, എന്തിനാ നിങ്ങൾ എപ്പോഴും തൗഹീദ് പറയുന്നത്? വിശ്വാസികളുടെ, മുസ്ലിമീങ്ങളുടെ തല കൊയ്യാൻ നടക്കുകയാണ് ശത്രുക്കൾ. കഴുത്തിന് മേലെ തലയുണ്ടോ എന്നുള്ളത് നിലനിൽക്കുമോ എന്ന് പേടിക്കുന്ന സന്ദർഭമാണ്. അപ്പോൾ നിങ്ങൾ തൗഹീദ് പറയുകയാണോ എന്ന് ചോദിക്കുന്ന ആളുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇത് സാധാരണക്കാരായ ആളുകൾ വരെ ചോദിക്കുന്നുണ്ട്. ഇതിന്റെ ഗൗരവം തിരിച്ചറിയാത്തതിന്റെ പ്രശ്നമാണ്. ഏത് സമൂഹത്തിലേക്ക് ഒരു നബി വന്നിട്ട് ഒന്നാമതായി പഠിപ്പിക്കുന്ന എന്തായിരിക്കും? തൗഹീദായിരിക്കും. എത്രത്തോളം എന്നാൽ മൂസ അലൈഹിസ്സലാം നിയോഗിക്കപ്പെടുന്നത് ബനൂ ഇസ്രായേലികളിലേക്കാണ്. ബനൂ ഇസ്രായേലികളുടെ അന്നത്തെ അവസ്ഥ സുപരിചിതമാണ്. ബനൂ ഇസ്രായേലികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഫിർഔൻ. ദിനേന 100 കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുമായിരുന്നു, അറവുശാലകളിൽ മൃഗങ്ങളെ കൊല്ലുന്നത് പോലെ. അങ്ങനെയാണ് പറയുന്നത്. ധാരാളം കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നു, പീഡനങ്ങൾക്കിരയാകുന്നു. അങ്ങനെ ഒരു സമൂഹത്തിലേക്കാണ് മൂസ അലൈഹിസ്സലാമിനെ അള്ളാഹു നിയോഗിക്കുന്നത്. മൂസ അലൈഹിസ്സലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത് പറയുന്ന തെരഞ്ഞെടുത്ത്, റസൂലായി തെരഞ്ഞെടുത്തതിന് ശേഷം ഒന്നാമത് കൽപ്പിക്കുന്ന കാര്യം ഈ തൗഹീദാണ്. തൂർ പർവ്വതത്തിൽ മൂസ അലൈഹിസ്സലാം അള്ളാഹുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവിടെ അള്ളാഹു പറയുന്നുണ്ട്, അനഖ്തർതു ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി. മൂസ അലൈഹിസ്സലാമിനോട് അള്ളാഹു പറയാണ്, ഞാൻ താങ്കളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അനഖ്തർതുക ഫസ്തമി ലിമാ യുഹാ. വഹി നൽകപ്പെടുന്നതിനെ താങ്കൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് പറയാണ്, ഇന്നനി അനല്ലാഹ്, ഞാനാണ് അല്ലാഹ്, ലാ ഇലാഹ ഇല്ലാ അന, ഇബാദത്തിന് അർഹതയുള്ളവൻ ഞാനല്ലാതെ മറ്റാരും തന്നെ ഇല്ല. ഫഅബ്ദുനി, അതുകൊണ്ട് എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം. ഇതാ മൂസ അലൈഹിസ്സലാമിനോട് കൽപ്പിക്കുന്നത്. ഇതായിരിക്കണം ബനൂ ഇസ്രായേലികളോട് ആദ്യം പറയേണ്ടത്. തൗഹീദ് ഒരു മനുഷ്യന് ഇല്ല എങ്കിൽ അവൻ വേറെ എന്തുണ്ടായിട്ടും ഒരു കാര്യവുമില്ല. അവൻ എത്രയധികം ഇബാദത്തുകൾ ചെയ്തതുകൊണ്ട് കാര്യമില്ല. തൗഹീദ് പഠിക്കുന്നതിലൂടെയാണ് പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാവുക. അതുകൊണ്ടാണ് ഏത് സമൂഹത്തിലേക്ക് നബിമാർ വരുമ്പോഴും ഒന്നാമതായിട്ട് അവരോട് പറയുന്നതാണ്, യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. അല്ലയോ സമൂഹമേ,
അള്ളാഹുവിന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, അവനല്ലാതെ മറ്റൊരു ആരാധ്യം നിങ്ങൾക്കില്ല. ഇത് പറയാത്തൊരു നബിയുമില്ല, ഒരു റസൂലുമില്ല. ഇതിലൂടെയാണ് ഒരു മനുഷ്യൻ നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരം. അവന്റെ സാമ്പത്തിക പ്രശ്നമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, അവന്റെ കുടുംബമാകട്ടെ, അയൽവാസികളുമായുള്ള ബന്ധമാകട്ടെ, കുട്ടികൾ ഡ്രഗ്സിന് അടിമപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അനുസരണശീലമില്ലാത്ത കുട്ടികളായി മാറിയിരിക്കുന്നു. തൗഹീദ് പഠിപ്പിക്കലാണ് ഒന്നാമത്തെ പരിഹാരം. തൗഹീദ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, തൗഹീദ് മുറുകെ പിടിക്കുന്ന സമൂഹത്തിൽ ഇതുപോലുള്ള തിന്മകൾ വളരെ കുറവായിരിക്കും, തുച്ഛമായിരിക്കും. തൗഹീദിന് എവിടെയാണ് ഉള്ളൽ വരുന്നത്, അവിടെയാണ് ഈ പറയുന്ന ശൈത്വാനിയത്ത് കടന്നു വരുന്നത്, അവിടെയാണ് സകല തോന്നിവാസങ്ങളും ഉടലെടുക്കുന്നത്, അവിടെയായിരിക്കും. അതുകൊണ്ട് അഹമ്മു മഅലൈഹി, നിനക്ക് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന കാര്യം മഅരിഫത്തു ദാലിക്, ഇത് തിരിച്ചറിയലാണ്. തൗഹീദ് എന്താണെന്ന് പഠിക്കലാണ്, ശിർക്ക് എന്താണെന്ന് മനസ്സിലാക്കലാണ്. ലഅല്ലല്ലാഹ അൻ യുഖല്ലിസക മിൻ ഹാദിഹി ശബക, എന്നാൽ ഈ ശിർക്കിന്റെ കെണിയിൽ നിന്ന്, അതിന്റെ വലയിൽ നിന്ന് അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തിയേക്കാം. വഹിയ ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് ഈ കെണി വലയം. അല്ലദീ ഖാല അല്ലാഹു തആല ഫീ, അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർക്കപ്പെടുന്നതിനെ പുറത്തു കൊടുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്തതിനെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. ഒരാൾ വ്യഭിചരിച്ചു, അല്ലാഹു അവൻ തൗബ ചെയ്തില്ല എന്ന് കൊണ്ടിട്ടോ, തൗബ ചെയ്യാതെ തന്നെ മരണപ്പെട്ടു പോയി, അവൻ അല്ലാഹു പുറത്തു കൊടുത്തേക്കും. ഒരാളെ വധിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുത്തേക്കും. തൗബ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവന് പുറത്തു കൊടുത്തേക്കും. എന്നാൽ ഒരാൾ ശിർക്ക് ചെയ്തു, അവൻ തൗബ ചെയ്യാതെയാണ് മരണപ്പെട്ടത് എങ്കിൽ കാലാകാലം അവൻ നരകത്തിന്റെ അവകാശിയാണ്. അവൻ എത്ര നമസ്കരിച്ചവനാണെങ്കിലും, എത്ര നോമ്പെടുത്തവനാണെങ്കിലും, സക്കാത്ത് കൊടുത്തവനാണെങ്കിലും, അവൻ എത്ര മാതാപിതാക്കളെ അനുസരിച്ചവനാണെങ്കിലും അവൻ കാലാകാലം നരകത്തിലായിരിക്കും. ശിർക്ക് സംഭവിച്ചതിന് ശേഷം അതിൽ നിന്ന് തൗബ ചെയ്യാതെ ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് അവന് പാപമോചനമില്ല. ഇത് പരിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞ കാര്യമാണ്. അതല്ലാത്ത മറ്റുള്ള കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തേക്കും. അവൻ ചെയ്തിരിക്കുന്ന തിന്മകൾക്ക് ഒരു പക്ഷേ അവനെ ശിക്ഷിച്ചേക്കാം, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ അവനെ ശാശ്വതമാക്കുകയില്ല. ഇതാണ് അഹ്ലുസ് സുന്നയുടെ അഖീദ. അതുകൊണ്ട് ഇത് പഠിക്കൽ അനിവാര്യമായ കാര്യമാണ്. എന്നിട്ട് മുസ്ലിം പറയുകയാണ്, ഇത് ഈ ശിർക്ക് എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ, തൗഹീദ് എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ വദാലിക ബിമഅരിഫത്തി അർബഇ ഖവാഇദ്, 4 ഖായിദകൾ പഠിക്കുന്നതിലൂടെ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദക്കറഹ അല്ലാഹു തആല ഫീ കിതാബി, ഈ 4 ഖായിദകൾ ശൈഖുൽ ഇസ്ലാം അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല, അല്ലെങ്കിൽ പൂർവ്വപിതാക്കൾ പറഞ്ഞു കൊടുത്തതല്ല, ഏതെങ്കിലും ആളുകളുടെ യുക്തി അനുസരിച്ച് ക്രോഡീകരിച്ചെടുത്തതല്ല. നേരെ മറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു നൽകുന്നതാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്ന 4 തത്വങ്ങളുണ്ട്. ആ തത്വങ്ങൾ മനസ്സിലാക്കിയാൽ ഇത് നിനക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. അൽ ഖായിദത്തുൽ ഊല, ഒന്നാമത്തെ ഖായിദ അൻ തഅലം, നീ അറിയണം, അന്നൽ കുഫാർ അല്ലദീന ഖാതലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് കുഫാറുകളോടാണോ യുദ്ധം ചെയ്തത്, ഏറ്റുമുട്ടിയത്, അവർ മുഖിറൂന ബിഅന്ന അല്ലാഹ തആല ഹുവൽ ഖാലിഖ് അൽ മുദബ്ബിർ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടാവാണ് എന്ന് അംഗീകരിച്ചവരാണ്, അല്ലാഹുവാണ് കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്നവൻ എന്ന് അംഗീകരിച്ചവരാണ്. വഅന്ന ദാലിക ലം യുദ്ഖിൽഹും ഫിൽ ഇസ്ലാം, പക്ഷേ അവരുടെ ഈ വിശ്വാസം അവർ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിച്ചില്ല. വദ്ദലീലു ഖൗലുഹു തആല, അതിനുള്ള തെളിവ് പരിശുദ്ധ ഖുർആനാണ്. ധാരാളം ആയത്തുകളുണ്ട്. ഒരായത്ത് മുസന്നിഫ് എന്ന് പറയുകയാണ്, ഖുൽ, നബിയേ, മക്കയിലുള്ള മുശ്രിക്കീങ്ങളോട് താങ്കൾ ചോദിക്കുക, മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശങ്ങളിൽ നിന്ന് ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവൻ ആരാണ് എന്നവരോട് ചോദിക്കുക. അമ്മൻ യംലികു സമഅ വൽ ബസർ വൽ അബ്സാർ, കേൾവിയും കാഴ്ചയും ഉടമപ്പെടുത്തുന്നവൻ ആരാണ്, അതിനെ സംവിധാനിച്ചവൻ ആരാണ് എന്നവരോട് ചോദിക്കുക. വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി, ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ. അതേപോലെ തന്നെ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി,
ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണ് എന്ന് ചോദിക്കുക. കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്നവൻ ആരാണ് എന്ന് അവരോട് ചോദിക്കുക. അള്ളാഹുവാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നവർ പറയുക തന്നെ ചെയ്യും. അപ്പോൾ നബി അവരോട് ചോദിക്കുക, എന്തുകൊണ്ട് പിന്നെ അവർ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നില്ല, പിന്നെ എന്തുകൊണ്ട് അവർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ല എന്ന് അവരോട് ചോദിക്കുക. അപ്പൊ ഈ ആയത്ത് വളരെ സുവ്യക്തമായി വിശ്വാസികളെ പഠിപ്പിക്കുന്ന ഒരു തത്വമാണിത്. എന്താണ് തത്വം? അള്ളാഹുവാണ് റബ്ബ് എന്ന വിശ്വാസം ഒരാളെ മുസ്ലിമാക്കുകയില്ല. അള്ളാഹുവാണ് എന്റെ സൃഷ്ടാവ് എന്നൊരാൾ അംഗീകരിക്കുന്നു. അള്ളാഹുവാണ് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്നൊരാൾ വിശ്വസിക്കുന്നു. അള്ളാഹുവാണ് എന്നെ ജീവിപ്പിക്കുന്നത്, എന്നെ മരിപ്പിക്കുന്നത് എന്ന് നല്ല ബോധമുണ്ട് ഒരാൾക്ക്. ഈ ബോധം ഒരാളെ മുസ്ലിമാക്കുകയില്ല. ഇതൊരാൾ വിശ്വസിച്ചു എന്നുള്ളത് കൊണ്ട് അവൻ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ തത്വം. അതുകൊണ്ട് മാത്രം ഒരാൾ മുസ്ലിമാകുമായിരുന്നുവെങ്കിൽ ഇത് പറഞ്ഞ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ എന്ത് ചെയ്യുമായിരുന്നു? മുസ്ലിമാകുമായിരുന്നു. അപ്പോ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിനെ മൊത്തത്തിൽ അംഗീകരിച്ചിരുന്നു. പൂർണ്ണമായിട്ടല്ല, മൊത്തത്തിൽ അവർ അംഗീകരിച്ചിരുന്നു. അള്ളാഹുവാണ് റബ്ബ്. അത് നമുക്ക് കേവലം നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും മക്കളാണവർ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അള്ളാഹുവിനെ കുറിച്ച് അവർക്കറിയാം. അള്ളാഹുവിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അവരുടെ കവിതകളിലും അതേപോലെ തന്നെ അവരുടെ സംഭാഷണങ്ങളിലെല്ലാം ധാരാളമുണ്ടത്. അവരുടെ പ്രാർത്ഥനകളിൽ ധാരാളമുണ്ടത്. അള്ളാഹുവാണ് ലോകത്തെ നിയന്ത്രിക്കുന്നവൻ, പരിപാലിക്കുന്നവൻ എന്നവർക്കറിയാമായിരുന്നു. പക്ഷേ നമ്മുടെ ഈ ആധുനിക കാലത്ത് സൂഫികൾ, മക്കാ മുശ്രിക്കീങ്ങളിൽ സൂഫികൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആധുനിക കാലത്ത് സൂഫികൾ പ്രത്യക്ഷപ്പെട്ടപ്പോ എന്ത് ചെയ്തിരിക്കുന്നു? അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിൽ അവർ ചെയ്യാൻ തുടങ്ങി. ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ഏതെങ്കിലും ഷേഖാണ് അല്ലെങ്കിൽ പുണ്യാത്മാക്കളാണ്. ഇത് ഒരു സൂഫി മതമാണ്. പക്ഷെ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ പോലും അത് അംഗീകരിച്ചില്ല. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുമായിരുന്നുവെങ്കിലും റബ്ബ് അള്ളാഹു മാത്രമാണ് എന്നവർ അംഗീകരിച്ചിരുന്നു. പക്ഷെ ആധുനികരായ പല സൂഫികളും ഇത് ചെയ്യുന്നുണ്ട്, ഇത് ഖണ്ഡിക്കുന്നുണ്ട്. അവർ പറയുന്നത് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്താണ്? ഗൗർ ഷേഖാണ്, അല്ലെങ്കിൽ ബദരീങ്ങളാണ്, മൊയ്തീൻ ഷേഖാണ്, റിഫായി ഷേഖാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിനെ അംഗീകരിച്ചിട്ടുണ്ട്. ധാരാളം തെളിവുകൾ വേറെയുമുണ്ട്. ആകാശഭൂമികൾ സൃഷ്ടിച്ചതാരാണ് എന്ന് താങ്കൾ അവരോട് ചോദിച്ചാൽ അള്ളാഹുവാണെന്ന് അവർ പറയും. ഞാൻ ധാരാളമായ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇത് അവരെ എന്ത് ചെയ്യുന്നില്ല? ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നില്ല. രണ്ടാമത്തെ തത്വം ഇതാണ് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവരെ മുശ്രിക്കീങ്ങളാക്കിയത്? അതാണ് ഒരു വിശ്വാസം മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്തുകൊണ്ട് അവർ മുശ്രിക്കീങ്ങളായി? ഇതാണ് രണ്ടാമത്തെ തത്വത്തിൽ പഠിപ്പിക്കുന്നത്. അൽ ഖാഇദത്തു സാനിയ, രണ്ടാമത്തെ തത്വം, അന്നഹും യഖൂലൂൻ മാ ദഅൗനാഹും വതവജ്ജഹ്നാ ഇലൈഹിം ഇല്ലാ ലിതലബിൽ ഖുർബത്തി വശഫാഅ. ഞങ്ങൾ അള്ളാഹുവിന് പുറമെയുള്ള ആരാധ്യന്മാരോട് ദുആ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത്, അവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൽ അവർ ഞങ്ങൾക്ക് ശുപാർശ പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ അവരോട് ദുആ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് നേർച്ചകൾ അർപ്പിക്കുന്നത് എന്നതായിരുന്നു അവർ വാദിച്ചിരുന്നത്. എന്താണ് അതിന് തെളിവ്? ഇതും ഷെയ്ഖുൽ ഇസ്ലാം അദ്ദേഹത്തിന്റെ ബുദ്ധി ഉപയോഗിച്ച് പറയണതാണോ? അദ്ദേഹത്തിന്റെ ചിന്തകളാണോ ഇത്? അല്ല, ഖുർആൻ പഠിപ്പിക്കുന്നതാണ്. ഖുർആനാണ് ഈ തത്വം പഠിപ്പിക്കുന്നത്. ഖുർആൻ പറയുന്നു, വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ച ആളുകൾ. ഔലിയ എന്ന് പറഞ്ഞാൽ സ്നേഹവും ബഹുമാനവും ഉള്ള ആളുകൾക്കാണ് വലിയകൾ എന്ന് പറയുന്നത്. അല്ലാഹുവിന് പുറമെ മറ്റുള്ള ഔലിയാക്കളെ സ്വീകരിച്ച ആളുകൾ അവർ പറയും, മാ നഅബുദുഹും, ഞങ്ങൾ അവർക്ക് ഇബാദത്തുകൾ അർപ്പിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അവർ ഞങ്ങളെ അല്ലാഹുവിലേക്ക് ഒരു അടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. മലക്കുകൾ, ജിന്നുകൾ, അമ്പിയാക്കൾ, സ്വാലിഹകൾ, ഇവർ ഞങ്ങളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കണം
എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ലാതെ അവർ ഞങ്ങൾക്ക് റിസ്ക് നൽകുന്നവരാണെന്നോ അവരാണ് ഞങ്ങൾ ജീവിപ്പിക്കുന്നത് മരിപ്പിക്കുന്നതെന്നോ എന്നും ഞങ്ങൾക്ക് വാദമില്ല. ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് ഞങ്ങൾ അവരെ അടുപ്പിക്കും. അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ പറയണം. ഇത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ. അവർ അഭിപ്രായ ഭിന്നതയിലായിരിക്കുന്ന ഈ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി തീർപ്പ് നൽകും. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യാജന്മാരായ സത്യനിഷേധികളായ ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കുകയില്ല. അപ്പോൾ ഈ ന്യായം പറയുന്ന ആളുകളെ വ്യാജന്മാർ, കള്ളന്മാർ എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഈ ന്യായം പറയുന്ന ആളുകളെ ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ് ഞങ്ങൾ അവരോട് ദുആ ചെയ്യുന്നത് എന്ന് പറയുന്ന ആളുകൾ അള്ളാഹ് പറഞ്ഞ എന്താണ്? കാദിബാൻ, വ്യാജം പറയുന്ന കളവ് പറയുന്നവനാണ് അവൻ സത്യനിഷേധിയാണ് എന്നാണ് അവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇവിടെ അവർ അവരുടെ ആരാധ്യരെ വലിയകളായി കണ്ടു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനി ഔലിയ. ഔലിയ എന്ന് പറഞ്ഞാൽ അവരെ വല്ലാതെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. ഇവിടെയുള്ള നമ്മുടെ നാടുകളിലുള്ള ശിർക്ക് ചെയ്യുന്ന ആളുകൾ ഒന്ന് തന്നെയാണ് പറയുക, ഞങ്ങൾ അവർക്ക് ഇബാദത്തുകൾ അർപ്പിക്കുന്നില്ല, ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നു മാത്രമേ ഉള്ളൂ. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവരുടെ ആരാധ്യ വലിയകളായി കണ്ടു, ഞങ്ങളും അവരെ സ്നേഹിക്കുന്നു എന്നാണ് ഇത് പറയുന്നത്. അതിയായി സ്നേഹിക്കുന്ന ആളുകൾക്കാണ് എന്ന് പറയാ ഈ വലിയകള് എന്ന് പറയും. അപ്പൊ അവരോട് ചോദിക്കണം, നിങ്ങൾ ആ ഖബറിൽ പോയിട്ട് തവാഫ് ചെയ്യുന്നുണ്ടല്ലോ, ഇതാണ് സ്നേഹം എന്ന് ചോദിച്ചാൽ ഇത് പച്ചയായ ഇബാദത്താണ്, അള്ളാഹുവിന് കൊടുക്കുന്ന ഇബാദത്താണ് തവാഫ് എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശൈഖിനോട് ദുആ ചെയ്യുന്നുണ്ടല്ലോ, അതോ പരിശുദ്ധ ഖുർആൻ തന്നെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോ ഇവർ സ്നേഹിക്കുന്നു എന്ന പേരിൽ ഇബാദത്തുകളാണ് ചെയ്യുന്നത്, അള്ളാഹു അല്ലാത്തതായ സൃഷ്ടികളിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ആരാധ്യരെ സ്വീകരിച്ചിരുന്നത്. അതേപോലെ തന്നെ അവർ അള്ളാഹുവിൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയണം എന്നുള്ളതാണ് അവരുടെ രണ്ടാമത്തെ ന്യായം. അതിന് തെളിവ് പരിശുദ്ധ ഖുർആനാണ്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ അവർ ഇബാദത്ത് ചെയ്യുന്നു, മാ ലാ യദുറുഹും വലാ യൻഫഉഹും, ഉപകാരത്തിനോ ഉപദ്രവത്തിനോ കൊള്ളാത്തതായ ആരാധ്യർക്ക് അവർ ഇബാദത്തുകൾ ചെയ്യുന്നു. വയഖൂലുന ഹൗലാഇ ശുഫാഉന ഇൻദല്ലാഹ്, എന്നിട്ട് അവർ പറയുന്നത് അല്ലാഹുവിന്റെ അടുക്കൽ ഇവർ ഞങ്ങൾക്ക് ശുപാർശകരാണ്, അല്ലാഹുവിന്റെ അടുക്കൽ ഇവർ ഞങ്ങൾക്ക് ശുപാർശ പറയും. ഈ കല്ലിന്റെയും മുള്ളിന്റെയും കാര്യമല്ല പറയുന്നത്, നേരെ മറിച്ച് അവർ ഇബാദത്തുകൾ ചെയ്തിരുന്ന അമ്പിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ കാര്യമാണ് പറയുന്നത്, മലായിക്കത്തുകളുടെ ജിന്നുകളുടെ കാര്യമാണ് പറയുന്നത്. ഇവർ അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയും എന്നുള്ളതാണ് അവരുടെ വാദം. ഇതാണ് ശുപാർശയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവർക്ക് ഇബാദത്ത് ചെയ്തിരുന്നത് എന്നുള്ളതിനുള്ളതായ തെളിവ്. എന്നിട്ട് മുസ്ലിം പറയുകയാണ്, ശുപാർശ രണ്ട് വിധമുണ്ട്. ഇത് പറയുമ്പോൾ ചില ആളുകൾ പറയും, ശുപാർശ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതാണല്ലോ, തിരുസുന്നത്ത് പഠിപ്പിക്കുന്നതാണല്ലോ, ഷഫാഅത്തിനെ തള്ളുന്ന ആളുകളാണിവർ എന്ന് ആളുകൾ പറയുന്നുണ്ട്. എന്നാൽ മുസ്ലിം പറയും, ഷഫാഅത്ത് രണ്ട് ഇനമുണ്ട്. ഷഫാഅത്തുൽ മൻഫിയ വ ഷഫാഅത്തുൽ മുസ്ബിത. ഒന്ന് ദീൻ പഠിപ്പിക്കാത്തതായ ഷഫാഅത്താണ്, അതിന് ദീനിൽ യാതൊരുവിധ നിയമപരതയുമില്ല, ഗൈറു മശ്റൂഅാണ്. മറ്റൊന്ന് ദീനിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന ശുപാർശയാണ്. ഏതാണ് ദീൻ പഠിപ്പിക്കാത്ത അഷ്ഫാഅത്തുൽ മൻഫിയ? മാ കാനത് തുത്ലബു മിൻ ഗൈരില്ലാഹ് ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കപ്പെടുന്ന ശുപാർശയുണ്ടല്ലോ, ഇത് ദീൻ പഠിപ്പിച്ചതല്ല. അതേപോലെ തന്നെ അള്ളാഹുവിന് കഴിയാത്തതായ കാര്യം വേറെ ആളോട് ചോദിക്കുക, ഇത് അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്ന, അള്ളാഹുവിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യം, ഒരു സൃഷ്ടിക്ക് സാധിക്കാത്ത കാര്യം, അത് അവനോട് ആവശ്യപ്പെടുകയാണ്. ഇത് ദീൻ പഠിപ്പിച്ച ശുപാർശയല്ല. എന്താണ് അതിനുള്ള തെളിവ്? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, അൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ല വലാ ശഫാഅ വൽ കാഫിറൂന ഹുമുൽ ളാലിമൂൻ. ഒരു ദിവസം നിങ്ങളിലേക്ക് വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നൽകപ്പെട്ടതിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ടിരിക്കുക. ആ ദിവസം എത്തിക്കഴിഞ്ഞാൽ അന്ന് പിന്നെ പരസ്പരം അങ്ങോട്ടും സാമ്പത്തിക ഇടപാടുകൾ സാധിക്കുകയില്ല, സ്നേഹബന്ധങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവും അവിടെ ഉണ്ടാവുകയില്ല, ഒരു ശുപാർശയും അന്ന് വിലപ്പോവുകയില്ല, ഫലം ചെയ്യുകയില്ല. അങ്ങനെയുള്ള ഒരു നാൾ വരാനുണ്ട്. വൽ കാഫിറൂന ഹുമുൽ ളാലിമൂൻ, കാഫിറുകളാണ്
ളാലിമുകൾ, അക്രമകാരികൾ. ഇതാണ് ഇല്ലാത്ത ശുപാർശ. ഇത് അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കപ്പെടുന്ന ശുപാർശയാണ്. ഇത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്ത് ചെയ്യുന്നുണ്ട്? നിഷേധിക്കുന്നുണ്ട്. മറ്റൊരു ശുപാർശയുണ്ട്, വശഫാഅത്തുൽ മുസ്ലിമീൻ. ഇസ്ലാം പഠിപ്പിക്കുന്ന മശ്റൂആയ നിയമപരമായ ശഫാഅത്ത് ഹിയല്ലതീ തുത്ലബു മിനല്ലാഹ്, അല്ലാഹുവിനോട് ചോദിക്കപ്പെടുന്നതാണ്. അല്ലാഹുവേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ എനിക്ക് നീ നൽകണം എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. സ്വാലിഹീങ്ങളുടെ ശുപാർശക്ക് എന്നെ നീ പാത്രമാക്കണം എന്ന് ആരോട് ദുആ ചെയ്യുക? അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന ശുപാർശയാണ്. വശാഫിഉ മുകറമുൻ ബിശഫാഅ. എന്തിനാണ് ഇങ്ങനെ ശുപാർശ പറയുന്നത്? ഇവിടെ ഈ ശുപാർശ പറയുന്നവൻ അള്ളാഹുവിന്റെ അടുക്കൽ ആദരണീയനായി തീരും. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പൊസിഷനാണത്, സ്ഥാനമാണത്. അതേപോലെ തന്നെ വൽ മഷ്ഫൂഉ ലഹു, ആർക്ക് വേണ്ടിയിട്ടാണ് അവർ ശുപാർശ നൽകുക? മൻ റളിയല്ലാഹു, അള്ളാഹു ആരെയാണോ തൃപ്തിപ്പെട്ടത് അവർക്ക് മാത്രം. ഖൗലഹു വഅമല, അവരുടെ വാക്കുകളും പ്രവൃത്തികളും അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബഅദൽ ഇദ്ൻ, അള്ളാഹുവിന്റെ അനുമതിക്ക് ശേഷം. അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന ശുപാർശ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, ഇതാ ഇന്നയാൾക്ക് വേണ്ടി ഇന്നയാൾ ശുപാർശ ചെയ്തോ എന്നുള്ള പറയും, അനുമതി കൊടുക്കും. അങ്ങനെ അനുമതി കൊടുത്താൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഇന്നയാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ പറ്റും. ഇത് മാത്രമേ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളൂ. പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, ആർക്കാണ് അള്ളാഹുവിന്റെ അനുമതി കൂടാതെ അവന്റെ അടുക്കൽ ശുപാർശ ചെയ്യാനുള്ള അധികാരമുള്ളത്? ആർക്കും തന്നെ ഇല്ല എന്ന് പരിശുദ്ധ ഖുർആൻ ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ശുപാർശ അനുമതി നൽകപ്പെടുന്നവരിൽ ഏറ്റവും പ്രമുഖൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്രകാരമാണ് ശുപാർശക്ക് അനുമതി നേടിയെടുക്കുന്നത് എന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യർ മഹ്ശറിൽ ആദം അലൈഹിസ്സലാം മുതൽ നൂഹ് നബി മുതൽ മൂസ അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, ധാരാളം അമ്പിയാക്കളുടെ അടുക്കൽ പോവുകയാണ്. വിചാരണയൊന്നും തുടങ്ങാൻ വേണ്ടി ശുപാർശ പറയും. എല്ലാവരും പറയും, ഇല്ല, ഞങ്ങൾ അതിന് അർഹരല്ല, ഞങ്ങൾക്കതിന് സാധ്യമല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെല്ലും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാ, അതെ, ഞാനാണ് അതിന്റെ ആൾ, അതുകൊണ്ട് ഞാൻ ശുപാർശ പറയുന്നു എന്ന് പറയുകയല്ല ചെയ്യുക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുകയാണ്. അങ്ങനെ ആ സുജൂദിൽ അള്ളാഹു ചില പ്രകീർത്തനങ്ങൾ, സനാകൾ പഠിപ്പിച്ചു കൊടുക്കും, മഹാമികൾ പഠിപ്പിച്ചു കൊടുക്കും. ദീർഘമായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കും. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി കൊടുക്കുന്നത്. യാ മുഹമ്മദ് ഇർഫഅ റഅസക, താങ്കളുടെ തല ഉയർത്തുക. വസൽ തുഅത, ചോദിക്കുക നൽകപ്പെടും. വശ്ഫഅ തുശഫഅ, ശുപാർശ ചോദിച്ചുകൊള്ളുക, ശുപാർശക്കുള്ള അധികാരം നൽകപ്പെടും എന്ന് ഖുർആൻ പറയുക. അള്ളാഹുവിന്റെ അനുമതി വേണം. അള്ളാഹുവിന്റെ കയ്യിലാണ് അതിന്റെ ആധിപത്യം. ആധിപത്യം ആരുടെ കയ്യിലാണോ ഉള്ളത് അവരോടാണ് ശുപാർശ ചോദിക്കേണ്ടത്. അതല്ലാത്തവരോട് ശുപാർശ ചോദിച്ചാൽ അതുണ്ടാവില്ല, ഫലം ചെയ്യുകയില്ല. അപ്പൊ ഇവര് പറയുന്നത്, ഞങ്ങൾ മുഹിദ്ദീൻ ശേഖനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ബദരീങ്ങളെ വിളിക്കുന്നത്, മമ്പുറത്തെ ശേഖനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ CM പടവുവിനെ വിളിക്കുന്നത് ഞങ്ങൾക്ക് ശുപാർശ പറയാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നിങ്ങൾ അവരെയല്ല വിളിക്കേണ്ടത്. ആരെയാണ് വിളിക്കേണ്ടത്? അള്ളാഹുവിനെയാണ് വിളിക്കേണ്ടത്. കാരണം ശുപാർശയുടെ അധികാരം ആരുടെ കയ്യിലാണ്? അള്ളാഹുവിന്റെ കയ്യിലാണ്. മാത്രമല്ല, അവർ പറയുന്നത് അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരോട് പറയുന്നത്. എന്നാൽ നിങ്ങൾ ദുആ ചെയ്യേണ്ടത് അള്ളാഹുവിനോടാണ്. നേരെ മറിച്ച് നിങ്ങൾ മുഹീദ്ദീൻ ശേഖനെയാണ് പ്രാർത്ഥിക്കുന്നത്, ബദരീങ്ങളോടാണ്, അല്ലെങ്കിൽ ജാറത്തിലുള്ള മറമാടി കിടക്കുന്ന ആളുകളോടാണ്. എങ്കിൽ ഇത് നിങ്ങളെ അള്ളാഹുവിങ്കിൽ നിന്ന് യഥാർത്ഥത്തിൽ അകറ്റിക്കളയുകയാണ് ചെയ്യുക, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയല്ല ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ തത്വം. രണ്ടാമത്തെ തത്വത്തിന്റെ ആകത്തുക എന്താണെന്ന് പറഞ്ഞാൽ, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവർ അള്ളാഹുവിനിടയിൽ വച്ചിരിക്കുന്നതായ അവരുടെ ആരാധ്യർ, അവർ ഞങ്ങളുടെ സൃഷ്ടാക്കളാണെന്നോ ഞങ്ങളെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അവരാണെന്നോ അവർ വിശ്വസിച്ചില്ല. പിന്നെയോ അള്ളാഹുവിന്റെ അടുക്കൽ അവർ ഞങ്ങളെ അവനിലേക്ക് അടുപ്പിക്കണം, അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ പറയണം. ഇതിനു വേണ്ടി മാത്രമാണ് എന്ത് ചെയ്തത്? അവർ അള്ളാഹു അല്ലാത്തതായ മലക്കുകളോട്, ജിന്നുകളോട്, അമ്പിയാക്കളോട്, സ്വാലിഹീങ്ങളോട് പ്രാർത്ഥിച്ചതും നേർച്ചകൾ നൽകിയതും എന്നുള്ളതാണ് രണ്ടാമത്തെ തത്വം. അതിന് പരിശുദ്ധ ഖുർആനാണ് തെളിവ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് മൂന്നാമത്തെ തത്വവും നാലാമത്തെ തത്വവും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ആരെയെല്ലാമാണ് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ ഈ രീതിയിൽ ഇബാദാത്തുകൾ അർപ്പിച്ചത് എന്നും, മക്കാ മുശ്രിക്കുകളുടെയും അതേപോലെ തന്നെ നമ്മുടെ നാടുകളിലുള്ള ശിർക്ക് ചെയ്യുന്ന ആളുകളുടെയും ഇടയിലുള്ള വ്യത്യാസം, അതിനെ സംബന്ധിച്ചാണ് ഈ പറയുന്ന രണ്ട് തത്വങ്ങൾ. അത്
അടുത്ത ദർസിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. അള്ളാഹു കാര്യങ്ങളെ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മളുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ.